ഗായത്രി എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അർജുനെ നോക്കി. അർജുൻ ഹരിയുടെ തോളിലൂടെ കൈയിട്ടു അവനെ ചേർത്ത് പിടിച്ചു. ഇതെല്ലാം കണ്ട മാളു അടക്കം എല്ലാവരും ഞെട്ടി. ഇവിടെ ഒരാൾ അതും അറിയാതെ ഒരിഷ്ടം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവൻ എനിക്ക് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട കരുതി. അപ്പോൾ അതങ്ങ് നടത്താമല്ലേ മാളു? മാളു അർജുനെ നോക്കി കണ്ണുകൾ തുടച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. വാസുകിയുടെയും വിശ്വന്റെയും മുഖത്തെ പുഞ്ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു അവരുടെ സമ്മതം. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഗായത്രിയുടെ അടുത്ത് ഹരി ചെന്നു നിന്നു. നിന്നോട് പോലും പറയാതെ അതുപോലെ അജു നിന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വർഷം കഴിഞ്ഞു പോകില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഹരിയേട്ടാ? ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ്, എല്ലാം കൊണ്ട്. ഗായത്രിയുടെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ കേട്ട് ഹരിയുടെ മനസ്സ് നിറഞ്ഞു. മാളു ഗായത്രിയെ കെട്ടിപ്പിടിച്ചു. സോറി ഡി, ഞാൻ ഏട്ടനെ പേടിച്ചാണ് ഒന്നും പറയാതെ ഇരുന്നത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് മാത്രമല്ല, നിന്റെ ഏട്ടനും. അർജുനെ ഒളിക്കണ്ണിട്ട് നോക്കി ഗായത്രി ചിരിച്ചു. അവളെ കണ്ണുറുക്കി കാണിച്ചു. അർജുൻ ചിരിച്ചു. ഗായത്രി പിണക്കം നടിച്ചു, മുഖം വെട്ടിച്ചു. രാത്രി ഏറെ വൈകിയിട്ടും ഗായത്രി മുറിയിൽ വരാത്തത് കണ്ട് അർജുൻ താഴെ ചെല്ലുമ്പോൾ മാളുവും ഗായത്രിയും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സന്തോഷത്തിൽ തൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉള്ളത് കണ്ട് അർജുൻ അത് നോക്കി നിന്നു. ഗായത്രി അവരുടെ മകൾ തന്നെയാണ്. മതി, നേരം എന്തായി, വന്നു കിടന്നേ. ആ മോള് കിടന്നു. ഉറക്കം ശരിയായില്ലെങ്കിൽ ക്ഷീണം തോന്നും. അമ്മ, ഞാൻ അമ്മയുടെ കൂടെ കിടക്കട്ടെ, എനിക്ക് വയ്യ സ്റ്റെപ്പ് കയറാൻ. ഗായത്രി അങ്ങനെ പറഞ്ഞതും അർജുൻ അവളെ ദേഷ്യത്തോടെ നോക്കി. ഗായത്രി അത് കണ്ടെങ്കിലും അറിയാത്തതുപോലെ നിന്നു. അതെ, ഗർഭിണിയാണെന്നും പറഞ്ഞു മടിച്ചിരിക്കാനൊന്നും പറ്റില്ല. മേലിളകി ഒന്നും ഈ സ്റ്റെപ്പ് എങ്കിലും കയറണം. അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്നത് കണ്ട് അവർ എല്ലാവരും ചിരിച്ചു. ഗായത്രി അവന് പുറകെ തന്നെ മുറിയിലേക്ക് വന്നു. ഗായത്രിയെ കണ്ടു അർജുൻ തിരിഞ്ഞു കിടന്നു. അവൻ്റെ അരികിൽ കിടന്നു ഗായത്രി പതിയെ വയറിൽ തലോടി. ചിലരുടെ ഒക്കെ മനസ്സിൽ അമ്മ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇനിയും എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? അവളുടെ വർത്തമാനം കേട്ട് അർജുന് നന്നായി ദേഷ്യം വന്നു. എങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. ഗായത്രി അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ വന്നിട്ട് വേണം അമ്മക്ക് ചിലരെയൊക്കെ പാഠം പഠിപ്പിക്കാൻ. അർജുൻ തിരിഞ്ഞു കിടന്നു അവളുടെ വയറിൽ തൊട്ടതും ഗായത്രി അവൻ്റെ കൈ തട്ടി മാറ്റി. ഞാൻ എൻ്റെ മക്കളെയാ തൊട്ടെ, നിന്നെ അല്ല. ഇപ്പോൾ ഇത് എൻ്റെ വയറാണ്. മക്കൾ വന്നിട്ട് തൊട്ടാൽ മതി. അർജുൻ അവളുടെ കൈ മാറ്റി അവളുടെ വയറിൽ പതിയെ തലവെച്ചു. ഗായത്രി ആ നിമിഷം ചിരിച്ചു അവൻ്റെ തലയിൽ തലോടി. നിങ്ങളുടെ അമ്മ അച്ഛനെ എന്തുമാത്രം സങ്കടപ്പെടുത്തിയെന്നറിയും. അതിനൊക്കെ പകരം ചോദിക്കണം നമുക്ക്. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നു. ഒടുവിൽ അവളുടെ മാറിൽ തലവെച്ച് കിടന്നു. ഗായത്രിക്ക് ഉറക്കം വന്നിരുന്നു. ഗായത്രി, നിനക്കൊരു സർപ്രൈസ് തരാലോ എന്ന് കരുതിയാണിടേ ഒന്നും പറയാതെ ഇരുന്നത്. ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? ഹരി വിളിച്ചിരുന്നു, എല്ലാം പറഞ്ഞു. കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവനെപ്പോലെ ഒരാൾക്ക് മാളവിനെ കൊടുത്താൽ നമുക്ക് പിന്നെ ഒരു പേടിയും വേണ്ട. നന്നായി, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിനു കാരണം ഹരിയേട്ടനാണ്. എനിക്കറിയാം ആ മനസ്സ് മാളവിൻ്റെ ഭാഗ്യമാണ്. എന്നോട് പിണക്കം മാറിയോ? ഇല്ല, അതെത്ര പെട്ടെന്നൊന്നും മാറില്ല. ഗർഭിണിയാവുമ്പോൾ പിണങ്ങാൻ പാടില്ല. എപ്പോഴും ഭർത്താവിൻ്റെ സ്നേഹം വേണം. അർജുൻ അവളുടെ മാറിൽ മുഖം പോയിട്ട് പറയുമ്പോൾ ഗായത്രി അവനെ രണ്ടു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. പിറ്റേന്ന് തന്നെ ഹരി അമ്മയെ കൊണ്ടുവന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. അടുത്ത് തന്നെ ഉള്ള നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹം ഉറപ്പിച്ചു. മാളവിന് സന്തോഷം, ഒപ്പം എല്ലാവരും വിട്ടു പോകുന്നതിൽ സങ്കടവും തോന്നി. ഹരിക്ക് ബന്ധുക്കൾ അധികം ഒന്നുമില്ലാത്തത് കൊണ്ട് അമ്പലത്തിൽ വെച്ച് ചെറിയ ചടങ്ങായിരുന്നു. ഗായത്രി അവളുടെ ജോലികൾ എല്ലാം ചെയ്യുന്നത് കണ്ട് അർജുൻ എപ്പോഴും വഴക്കു പറഞ്ഞു. വാസുകി വേണ്ടെന്ന് പറഞ്ഞാൽ ഗായത്രി ജോലികൾ ചെയ്യും. മാളു ഇറങ്ങാൻ നേരം പതിയെ പോലെ കരച്ചിലായി. ഗായത്രിയും വാസുകിയും കൂടെ കരച്ചിൽ തുടങ്ങി. അർജുൻ മാളുവിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. 10 മിനിറ്റ് പോലും ഇല്ല ഇവിടുന്ന് അവിടേക്ക്. എന്നിട്ടാണോടെ നിന്റെ കരച്ചിൽ? ഹരിയെ കെട്ടിപ്പിടിച്ചു അർജുൻ യാത്രയാക്കി. ഗായത്രിയെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവൾ കണ്ടിരുന്നു അർജുൻ ആരും കാണാതെ ഒളിപ്പിച്ച നനവ്. ഗായത്രിയുടെ വയറ് വീർത്തു വരുന്നത് അർജുൻ കൗതുകത്തോടെ നോക്കി. ഒപ്പം വയറിൽ തൊടുമ്പോഴുള്ള അനക്കവും എല്ലാം അവൻ ആസ്വദിച്ചു. അവൻ്റെ ഉള്ളിലെ അച്ഛൻ്റെ വാത്സല്യം ഉണരുന്നത് ഗായത്രി അറിഞ്ഞിരുന്നു. 7-ാം മാസത്തിലെ ചടങ്ങ് നടത്തണം എന്ന് അർജുന് വാശിയായിരുന്നു. ഗായത്രി എവിടെയും പോകുന്നില്ല എങ്കിലും അവർ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ഉള്ള അവസരം ആയി. പലഹാരങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്ന ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അർജുനെ നോക്കുമ്പോൾ അവൻ കണ്ണുകൾ ചിമ്മിച്ചിരിക്കുമ്പോൾ അവളുടെ മനസ്സും നിറഞ്ഞു. എല്ലാവരും പലഹാരം കൊടുത്തു. ഒടുവിൽ പലഹാരം കൊടുത്ത ആളെ കണ്ടു ഗായത്രി ഞെട്ടി. ആനിയായിരുന്നു. അവൾ കണ്ണുകൾ തുറപ്പിച്ചു നോക്കുമ്പോൾ ഞാൻ തന്നെയാണടി, ആനി പറഞ്ഞു ചിരിച്ചു. ഒടുവിൽ ചടങ്ങെല്ലാം കഴിഞ്ഞു. ആനിയെ കൂട്ടി ഗായത്രി മാറി നിന്നു. നീ എങ്ങനെ അറിഞ്ഞു? നിന്റെ കെട്ടിയൻ വിളിച്ചു പറഞ്ഞു എന്തായാലും വരണം എന്ന്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവനെ കുറെ രാക്ഷസൻ എന്ന് വിളിച്ചതല്ലേ. പിന്നെ സ്വഭാവം ഞാൻ അന്ന് കണ്ടതുമല്ലേ. അതുകൊണ്ട് പേടിച്ചു പോന്നു. ഗായത്രി ചിരിച്ചു. മാളവിനെ എനിക്ക് പരിചയപ്പെടുത്തി. എല്ലാം കൊണ്ടും ആ വീട് സന്തോഷം നിറഞ്ഞു.
അർജുൻ്റെ ഫ്രണ്ട്സ് എല്ലാം അന്ന് തന്നെ തിരിച്ചുപോയി. വീണ്ടും ദിവസങ്ങൾ എണ്ണി അവർ കാത്തിരുന്നു. ഒടുവിൽ ഗായത്രിക്ക് വേദന തോന്നി. ഒരു രാത്രി ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അർജുൻ തളർന്നു പോയിരുന്നു. അവരുടെ വേദന നിറഞ്ഞ മുഖം അവൻ്റെ മനസ്സിൽ കുത്തിനോവിച്ചു. ഒടുവിൽ ആ വേദന സന്തോഷമായി മാറാൻ നിമിഷങ്ങൾ വേണ്ടി വന്നു. ഗായത്രി പ്രസവിച്ചു. ഒരാണും പെണ്ണും. 2 മാലാഖമാർ 2 പഞ്ഞിത്തുണിയിൽ പൊതിഞ്ഞു അവരെ അർജുന് നേരെ നീട്ടുമ്പോൾ അവൻ്റെ കൈകൾ വിറച്ചിരുന്നു. അവരുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ്റെ നോട്ടം ഉള്ളിലേക്ക് നീളുമ്പോൾ നേഴ്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗായത്രി, കുഴപ്പം ഒന്നുമില്ല. മാളവും ഹരിയുടെ അമ്മയും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഒരാളെ ഹരിയുടെ അമ്മയും മറ്റേ ആളെ വാസുകിയും എടുത്തു നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയം നിറഞ്ഞു. ഗായത്രിയെ കാണാൻ അവൻ്റെ ഹൃദയം തുടിച്ചു. ഒടുവിൽ അവൻ്റെ ആവശ്യപ്രകാരം അവളെ കാണാൻ അകത്തു കയറുമ്പോൾ തൻ്റെ ഇവനെ തനിക്കു വരാൻ വേണ്ടി സഹിച്ച ആ വേദന സങ്കടത്തിലാക്കി. ബാടി തളർന്ന് അവിടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ സാമീപ്യം അറിഞ്ഞു അവൾ കണ്ണുകൾ തുറന്നു. പറയാൻ വാക്കുകൾ കിട്ടാതെ ബന്ധിപ്പിപ്പോയ നിമിഷങ്ങൾ. വീട്ടിൽ എത്തി ഗായത്രി മാളുവിൻ്റെ മുറിയിൽ ആണ് കിടത്തിയത്. അവൾക്ക് പുറകിൽ പോകാൻ നിന്ന് അർജുനെ വാസുകി തടഞ്ഞു. ഇനി കുറച്ച് ദിവസം ഈ മുറിയുടെ പരിസരത്ത് കണ്ടുപോകരുത്. അതെന്താ? എനിക്കെൻ്റെ ഭാര്യയെയും കുട്ടികളെയും കാണാൻ പറ്റില്ലേ? കുട്ടികളെ പുറത്തു കൊണ്ടുവരുമ്പോൾ കാണാം, ഭാര്യയെ തൽക്കാലം കാണണ്ട. അർജുൻ അത് കേട്ട് ദേഷ്യത്തിൽ പോകുമ്പോൾ ഗായത്രി ചിരിച്ചു. ആ വീട്ടിൽ 2 കുരുന്നുകളുടെ കരച്ചിലും ചിരിയും എല്ലാം നിറഞ്ഞു. അർജുൻ വാസുകി കാണാതെ ഗായത്രിയെ വാതിലിൽ വന്നു കാണും. മിക്കപ്പോഴും അവൾ ഉറക്കത്തിലാവും. അതുകൊണ്ട് തന്നെ അവൾക്കും അർജുനെ കാണാൻ ആഗ്രഹം തോന്നി. ജോണും സുധിയും വിനുവും ഒരു കെട്ട് സാധനങ്ങളുമായി എത്തി. 2 പേരെയും അവർ മാറി മാറി എടുത്തു. അവരുടെ സന്തോഷത്തിനും അതിരില്ലായിരുന്നു. മാളു കുറച്ച് ദിവസം അവിടെ തന്നെയായിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. കുട്ടികളുടെ നൂലുകെട്ടിനായിരുന്നു അർജുൻ ഗായത്രിയെ നേരെ ഒന്ന് കണ്ടത്. അവൾ മുന്നത്തേക്കാൾ സുന്ദരിയാണെന്ന് തോന്നി അവന്. അവളെ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ട് വിനു അവനെ കളിയാക്കി. ഡാ, മതി, അതിന് കുറച്ച് ദിവസമെങ്കിലും റെസ്റ്റ് വേണം കേട്ടോ. പോടാ. അവരുടെ മടയിൽ ഇരുത്തി നൂല് കെട്ടുമ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞു. മോന് അതിഥി എന്നും മോൾക്ക് അതിഥി എന്നും പേരിട്ടു. അമ്പാടിയും തുമ്പിമോളുമായി അവൾ വളർന്നു. 40 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ്റെ മുറിയിലേക്ക് തന്നെ ഗായത്രി മാറ്റി. അന്ന് അർജുൻ്റെ മുന്നിൽ നിൽക്കാൻ അവൾക്ക് നാണം തോന്നി. ആദ്യമായി അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ. കുട്ടികളെ ഉറക്കി ബെഡിനടുത്ത് തന്നെയുള്ള തൊട്ടിൽ കിടത്തി ഗായത്രി തിരിഞ്ഞതും പുറകെ നിൽക്കുന്ന അർജുനെ കണ്ട് അവൾ പതറി. അവളുടെ അടുത്തേക്ക് അറുക്കും തോറും ഹൃദയമിടിപ്പ് കൂടെ. ഒടുവിൽ അവൻ അവളെ വാരിപ്പുണരുമ്പോൾ അവൾ തളർന്നു പോകുന്നത് പോലെ തോന്നി. എത്രയായി ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്? വിട്ടേ, കുട്ടികൾ ഉണരും. അങ്ങനെ വിടാൻ പറ്റില്ല. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കേ അറിയൂ. അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ മുത്തി. ഒടുവിൽ മുഖം എല്ലാം ചുംബനം കൊണ്ട് മൂടുമ്പോൾ അവൾ അവനെ ഉറവെ പുണർന്നു. അപ്പോൾ ആണ് അമ്പാടി ഉണർന്നു കരഞ്ഞത്. അവനെ എടുത്തു പാൽ കൊടുത്തു ഗായത്രി. അവൾക്കരികിൽ ഇരുന്നു കൊണ്ട് അർജുൻ പറഞ്ഞു, ഇവൻ കുറുമ്പൻ ആവട്ടോ, പക്ഷേ മോള് നിന്നെപ്പോലെ പാവം ആവും. കണ്ടോ ഉറങ്ങുന്നത്? രാത്രിയിൽ കുട്ടികൾ ഉണർന്നു കരയുമ്പോൾ അർജുനും ഗായത്രിക്ക് കൂട്ടിരിക്കും. അവരെ കാണിച്ച് ഉറക്കമെല്ലാം അങ്ങോട്ടോ പോകും. 2 പേരുടെയും മനസ്സിൽ പ്രണയവും ഒപ്പം കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി ദിവസങ്ങൾ കടന്നുപോയി.